പാസ്റ്റ് ലൈഫ് സ്റ്റോറി പറയിക്കുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞ വരുൺ അവസാനം ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുന്നു. വരുണിന്റെ മൂഡ് ചേഞ്ച് ചെയ്യാനായി സഞ്ജു കീർത്തിക്ക് മെസ്സേജ് അയച്ചതിനെ പറ്റി ചോദിക്കുന്നു. വരുൺ അതിന് മറുപടി ഒന്നും പറയാതിരിക്കുന്നു. സഞ്ജു കാര്യമായി ലാപ്ടോപ്പിൽ കണ്ണു നട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വരുൺ ആണെങ്കിൽ ഫോണും കയ്യിൽ പിടിച്ച് എന്തോ ആലോചിച്ചിരിക്കുന്നു. അവന്റെ ആ ഇരുത്തം കണ്ട് സഞ്ജു മുഖം മറച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വരുണിന്റെ കയ്യിലെ ഫോൺ റിങ് ചെയ്തു. സ്ക്രീനിൽ കീർത്തിയുടെ പേര് തെളിഞ്ഞു വന്നു. കോൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ വരുൺ സഞ്ജുവിനോട് മിണ്ടാതിരിക്കാൻ സിഗ്നൽ കൊടുത്തു. അവൻ കോൾ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിട്ടു. കീർത്തിയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസിന്റെ ബ്രേക്കിനിടയ്ക്ക് വരുണിനെ വിളിച്ചതായിരുന്നു. ഹലോ വരുൺ, ഞാൻ പറയുന്നത് കേൾക്കാമോ? ആ മെസ്സേജ് അത് വരുൺ അയച്ചത് തന്നെയാണോ? കീർത്തി പറയുന്നത് കേട്ടതും വരുൺ മുഖം ചുളിച്ചുകൊണ്ട് സഞ്ജുവിനെ കൂർപ്പിച്ചു നോക്കി. സഞ്ജു ആണെങ്കിൽ ഒരു നിഷ്കളങ്കനെ പോലെ തന്റെ ഇരു കൈകളും ഉയർത്തി എനിക്കൊന്നും അറിയില്ല എന്ന രീതിയിൽ ആംഗ്യം കാണിച്ചു. ലോകത്തിലെ മാഫിയ തലവന്മാരോടും ഡ്രഗ്സ് ഡീലേഴ്സിനോടും ബിസിനസ് സംസാരിക്കുന്ന വരുണിന് പക്ഷെ കീർത്തിയുടെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വന്നു. അവൻ പരിഭ്രാന്തനായി പറഞ്ഞു, അത് ഞാൻ അയച്ചു തന്നെ. എന്തേ, ഇഷ്ടമായി? പിന്നെ ഇഷ്ടാവാതെ പെണ്ണുങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ സ്വന്തം പാർട്ട്ണറിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ശരിക്കും ഇഷ്ടപ്പെട്ടോ? കീർത്തി പറഞ്ഞത് അവന് വിശ്വാസമായില്ല. അതേന്ന് സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാനായില്ല കേട്ടോ. ഐ വാസ് സോ ഹാപ്പി. പക്ഷേ ഞാനിപ്പോ ഇയാളെ വിളിച്ചത് അതിനൊന്നുമല്ല. ഇയാൾ എന്റെ കറക്റ്റ് സമയത്ത് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാത്തത്. ഒരുപാട് ജോലി ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. അവിടെ പോയിട്ട് എന്നെ മറക്കുന്ന വിധത്തിൽ തിരക്കിലാണെന്നും അറിയാം. അതിലൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഇനിയിപ്പോ ഇടയ്ക്കെന്നെ വിളിച്ചില്ലേലും പ്രശ്നമില്ല. പക്ഷെ ഊണോ ഉറക്കോ ഇല്ലാതെ ഇങ്ങനെ ജോലിയിൽ മുഴുകരുത് കേട്ടോ. കേട്ടിട്ടില്ലേ, ഹെൽത്ത് ഈസ് വെൽത്ത്? ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പാവം വരുൺ എന്തു പറയും? സ്ക്രീനിലേക്ക് കണ്ണും നട്ട് കുലുങ്ങിച്ചിരിക്കുന്ന സഞ്ജുവിനെ കണ്ടിട്ട് ഇപ്പോൾ ഈ പണി വന്ന വഴി അവിടെ നിന്നാണെന്ന് വരുണിന് മനസ്സിലായി. ഒരിക്കൽ കൂടി കീർത്തി അവളുടെ ചോദ്യം ആവർത്തിച്ചു. അതും കുറച്ച് ദേഷ്യം കലർത്തി. അതോടെ വരുൺ പ്രതിരോധത്തിലായി. അത് കീർത്തി, ഞാൻ തിരക്കിനിടയിൽ വിട്ടുപോകുന്നതാ. പക്ഷെ ഇനി മുതൽ ഞാൻ തീർച്ചയായും ഇക്കാര്യം ശ്രദ്ധിക്കും. ഒരു നേരത്തെ ഫുഡ് പോലും സ്കിപ്പ് ചെയ്യില്ല. ഞാൻ എന്നെ നന്നായി കെയർ ചെയ്യും, പ്രോമിസ്. സംസാരിക്കുന്നതിനിടയിൽ വരുൺ പെട്ടെന്ന് നിന്നു. അവൻ സഞ്ജുവിനെ ഒന്ന് നോക്കി. എന്നിട്ട് കസേര മറുവശത്തേക്ക് തിരിച്ചിട്ട് പതുക്കെ പറഞ്ഞു, കീർത്തി, ടേക്ക് കെയർ. ഇയാളും സ്വയം നല്ലതുപോലെ സൂക്ഷിക്കണം കേട്ടോ. ചെറിയൊരു വാചകം മാത്രമായിരുന്നു പറയാനുള്ളതെങ്കിലും അത് പറയാനുള്ള ധൈര്യം സംഭരിക്കാൻ അവൻ എത്രത്തോളം കഷ്ടപ്പെട്ടുവെന്ന് വരുണിന് മാത്രമേ അറിയൂ. മറുവശത്ത് വരുൺ പറയുന്നത് കേട്ട് കീർത്തിക്ക് മേലാകെ ഒരു കുളിരു പോലെ തോന്നി. തണുത്ത കാറ്റ് അവളെ സ്പർശിച്ചു പോയി. അവൾക്ക് മുന്നിലെ റെയിലിംഗിൽ വിരലോടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, സത്യത്തിൽ ഞാനിപ്പോ എത്ര ഹാപ്പിയാണെന്ന് അറിയോ. ഇത്രയും തിരക്കിനിടയിലും ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചല്ലോ. ആ പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് പ്രോമിസ് തന്നത് മറന്നിട്ടില്ലല്ലോ. എന്റെ സഞ്ജോട്ടന്റെ നമ്പർ ഉണ്ട്. ഞാൻ വിളിച്ച് ഇയാള് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഉറങ്ങുന്നുണ്ടോ എന്ന് എല്ലാം അന്വേഷിക്കും. അപ്പോ എങ്ങാനും ഇതൊന്നും കറക്റ്റായി ചെയ്യുന്നില്ലെന്ന് ഞാൻ അറിഞ്ഞ അപ്പൊ അറിയാം ഈ കീർത്തി ആരാന്ന്. ഇടയിൽ സ്ക്രീനിൽ ചില സിഗ്നലുകൾ മിന്നിമറിഞ്ഞപ്പോൾ സഞ്ജു വരുണിനെ കൈയാട്ടി വിളിച്ചു. വരുൺ വേഗം കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലേക്ക് നോക്കി. അവൻ സഞ്ജുവിനോട് കണ്ണുകളാൽ അത് കൂടുതൽ ശ്രദ്ധിക്കാൻ സിഗ്നൽ നൽകി. അവർ ഒരുപാട് നാളായി കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു അത്. എന്നിട്ട് കീർത്തിയോട് പറഞ്ഞു, കീർത്തി, ഞാൻ പിന്നെ വിളിക്കാം. ഇപ്പോ ഒരു ഇമ്പോർട്ടന്റ് ജോലി വന്നിട്ടുണ്ട്. ഞാൻ കോള് കട്ട് ചെയ്യാം. അത് കേട്ടതും കീർത്തി പറഞ്ഞു, കട്ടയല്ലേ, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഐ ലവ് യു സോ മച്ച്. അവൾ പറഞ്ഞത് കേട്ടതും വരുണിന്റെ മുഖം വിടർന്നു. ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി പ്രത്യക്ഷപ്പെട്ടു. സഞ്ജുവിന്റെ മുന്നിൽ വെച്ച് അവളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് അവന് സങ്കോചം ഉണ്ടായിരുന്നു. എന്നാലും അവൻ തിടുക്കത്തിൽ പറഞ്ഞു, ഐ ലവ് യു ടു. അത് പറഞ്ഞു കഴിഞ്ഞതും അവൻ വേഗം ഫോൺ കട്ട് ചെയ്തു. സഞ്ജു ആണേൽ വരുണിനെ കളിയാക്കാനായി അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഫോൺ വെച്ചതും അവൻ അവന്റെ ടീസിംഗ് തുടങ്ങി. കൊള്ളാം ബ്രോ, സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യണം. ഇമ്പോർട്ടന്റ് ആയ ജോലിക്കിടയിൽ ഈ മാന്യൻ അതെല്ലാം ഉപേക്ഷിച്ച് ഭാര്യയുമായി ഫോണിൽ ചൊല്ലിക്കൊണ്ടിരിക്കുക. സത്യത്തിൽ ഇതിനെ ആയിരിക്കും രാജ്യം കത്തുമ്പോ ചക്രവർത്തിയുടെ വീണവായന എന്ന് പറയുന്നത്. എന്നാലും എന്റെ വരുണേ. സഞ്ജുവിന്റെ കളിയാക്കൽ കേട്ടതും വരുൺ പെട്ടെന്ന് സീരിയസ് ആയി. അവൻ സഞ്ജുവിനെ ചീത്ത പറഞ്ഞുകൊണ്ട് സ്ക്രീനിലേക്ക് നോക്കി. സ്വന്തം ജോലി നോക്കാതെ അടുത്തിരിക്കുന്നവൻ ഫോണിൽ സംസാരിക്കുന്നത് മൊളിച്ചു കേട്ടിട്ട് കുറ്റം പറയുന്നോടെ നാറി. ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ അന്വേഷിക്കുന്നതിന്റെ ഒരു തുമ്പ് പോലും കിട്ടിയില്ലല്ലോ ഇതുവരെ. ദാ ഇപ്പോഴാണ് ആ ലൊക്കേഷൻ ഒന്ന് ആക്ടിവേറ്റ് ആയത്.
സമയം കളയാതെ നമ്മുടെ ഡീലർ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കേ. എന്റെ ജോലി എങ്ങനെ ചെയ്യാമെന്ന് നീ എനിക്ക് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. പിന്നെ കീർത്തിയുടെ കാര്യം, അതിപ്പോ തല പോകുന്ന കേസായാലും ഞാൻ അവൾക്ക് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്തേ ബാക്കിയുള്ളത് ചെയ്യും. വരുണിന്റെ സീരിയസ് മോഡ് ഓൺ ആയതും സഞ്ജു വേഗം ഫോൺ എടുത്ത് കിട്ടിയ നമ്പറിലേക്ക് ഡയൽ ചെയ്യാൻ തുടങ്ങി. നാട്ടിൽ പ്രസാദ് കിരന്റെ കൂടെ ആയതിനാൽ കീർത്തിക്കൊപ്പം കോളേജിലേക്ക് ബോഡിഗാർഡായി ജിതിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവരുടെ ഈ ജോഡി യൂണിവേഴ്സിറ്റിയിൽ ഒരു സംസാര വിഷയമായിരുന്നു. കീർത്തി എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ ഒരു നിഴല് പോലെ ജിതിനും ഉണ്ടായിരുന്നു. കീർത്തി ലഞ്ച് ബ്രേക്കിന് ജിതിനോടൊപ്പം കാന്റീനിന്റെ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അവിടെയുള്ള പെൺകുട്ടികൾ ഇരുവരെയും നോക്കി പരസ്പരം കുശുകുശുക്കുന്നത് കീർത്തി കണ്ടു. അവൾക്ക് ഇത് അലോസരം ഉണ്ടാക്കി. അവൾ ജിതിനോട് ചോദിച്ചു, ജിതിൻ, നിനക്ക് നമ്മുടെ ചുറ്റുമുള്ളത് വല്ലതും അറിയാൻ കഴിയുന്നുണ്ടോ? കീർത്തി പറയുന്നത് കേട്ടതും മൂക്ക് വിടർത്തി ചുറ്റും മണം പിടിച്ചിട്ട് പറഞ്ഞു, ക്യാൻറ്റീനില് ദം ബിരിയാണി ചെമ്പ് പൊട്ടിച്ച മണം ഇവിടെയൊക്കെ നന്നായിട്ട് പരന്നിട്ടുണ്ട്. പിന്നെ എന്തോ വറക്കുന്ന സ്മെല്ലും ഉണ്ട്. എന്താ കീർത്തിക്ക് മണം അടിച്ചിട്ട് കൊതിയാവുന്നോ? അവന്റെ സംസാരം കേട്ടതും കീർത്തിക്ക് കാലിൽ നിന്നും വിറഞ്ഞു കയറി. അയ്യോ മണ്ട, വെട്ടി വിഴുങ്ങേണ്ട കാര്യമല്ല ഞാൻ ചോദിച്ചത്. ഓ എന്റെ ദൈവമേ, എന്ത് കണ്ടിട്ടാണോ വരുൺ ഇയാളെ ബോഡിഗാർഡായി നിയമിച്ചത്? ദോ, നമുക്ക് ചുറ്റും നടക്കുന്ന ചെറുതും വലുതുമായി ഒരു കാര്യവും താൻ അറിയുന്നില്ലേ? അല്ല, ദേ നോക്ക്, ഇപ്പൊ തന്നെ നമ്മളെ കണ്ടിട്ട് ആ പെൺകുട്ടികൾ എന്തൊക്കെയോ കുശുകുശുക്കുന്നത് കണ്ടില്ലേ? പിന്നെ ഇവിടെയുള്ള ബാക്കി സ്റ്റുഡൻസ് എല്ലാം എന്നിൽ നിന്നൊരു അകലെ ഇട്ടിട്ടാ നിൽക്കുന്നത് തന്നെ. ഇതൊക്കെ എന്തുകൊണ്ടാന്ന് തനിക്കറിയോ? ഇത്തവണ അബദ്ധമൊന്നും പറ്റാതെ ജിതിൻ കീർത്തിയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. മാം, അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാലോ. നമ്മൾ രണ്ടുപേരും ലവേഴ്സ് ആണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഇവിടെ ഉള്ളവര്. അതുകൊണ്ടായിരിക്കും വേറെ ഉള്ളവരൊന്നും നിങ്ങളുടെ അടുത്തേക്ക് സംസാരിക്കാൻ വരാതെ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ. ഇതിനിപ്പോ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങളുടെ കൂടെ ഒരു നിഴല് പോലെ നടക്കുക എന്നതല്ല എന്റെ ഡ്യൂട്ടി. എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്യാതെ പറ്റില്ലല്ലോ. എന്റെ പൊന്ന് ജിതിനെ, താൻ ആദ്യം തന്റെ ഈ മാം വിളി ഒന്ന് നിർത്തൂ. എന്നിട്ട് ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചു കേക്ക്. നിങ്ങൾ എന്റെ ബോഡി ഗാർഡാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്കോ അതറിയാം. എന്ന് വെച്ച് എനിക്കൊരു പേഴ്സണൽ സ്പേസ് തരാതെ എന്നെ ഒട്ടി തന്നെ നടക്കണോ? ഇയാൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിന്നാ എനിക്ക് മറ്റുള്ളവരുടെ അടുത്ത് ഇടപഴകാനുള്ള ചാൻസ് കിട്ടുമല്ലോ. അതൊക്കെ എന്റെ സ്റ്റഡീസിനെ ഹെൽപ്പ് ചെയ്യും. ഇയാളെ കണ്ട ഒരു പട്ടി പോലും എന്നെ തിരിഞ്ഞു നോക്കില്ല. ജിതിൻ കീർത്തി പറയുന്നത് തലയാട്ടി സമ്മതിച്ചു. അവർ അപ്പോഴേക്കും ക്യാന്റീനിൽ എത്തിയിരുന്നു. ജിതിൻ ആദ്യം തന്നെ ബിരിയാണിക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ അത് പോയി വാങ്ങിക്കൊണ്ടുവന്ന് കീർത്തിക്കൊപ്പം ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോൾ അവൻ കീർത്തിയെ നോക്കി പറഞ്ഞു, മാം, സോറി കീർത്തി, നമുക്കിടയിലേക്ക് വേറെ ആരെങ്കിലും വന്നാൽ അതെന്റെ ലൈഫിനെ കാര്യമായി ബാധിക്കാനിടയുണ്ട്. സപ്പോസ് നിങ്ങൾ ഇവിടെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയെന്ന് വെക്കാം. നിങ്ങൾക്കിടയിൽ പല സംസാരങ്ങളും വരും. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ ഗേ ആണെന്ന കാര്യവും പറഞ്ഞു പോകും. എന്റെ ഐഡന്റിറ്റി അങ്ങനെ ആളുകൾക്ക് മുന്നിൽ റിവീൽ ആവുന്നത് എനിക്കിഷ്ടമല്ല. അവരെങ്ങാനും എന്നെ മോശമായി കണ്ടാ പിന്നെ അയ്യോ, ആ കാര്യം എനിക്ക് ആലോചിക്കാനേ വയ്യ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് പോയിക്കോട്ടെ പ്ലീസ്. ഇനി നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എല്ലാം വരും പോലെ വരട്ടെ. ജിതിന്റെ ഓവർ ആക്ടിങ് ശരിക്കും കുറിക്കൊണ്ടു. അവൻ പറഞ്ഞതിനെ പറ്റി കീർത്തി ഗഹനമായി ആലോചിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അവൾക്ക് തോന്നി. അങ്ങനെ അവന്റെ തന്ത്രം ഫലിച്ചു. സത്യത്തിൽ കീർത്തിയുടെ സേഫ്റ്റി ആലോചിച്ച് അവൾക്കരികിലേക്ക് മറ്റാരും വരാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. കീർത്തി മറ്റുള്ളവരുമായി കൂടുതൽ അടുക്കുന്നത് വരുണിന് ഇഷ്ടമില്ലെന്ന് അവന് വളരെ വ്യക്തമായി അറിയുന്നതാണല്ലോ. അവൻ തന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെയൊരു നാടകം കളിച്ചത്. അങ്ങ് മലേഷ്യയിൽ ഒരു അണ്ടർഗ്രൗണ്ട് ഫ്ലോർ, വിശാലമായ ഫ്ലോർ ആയിരുന്നെങ്കിലും അവിടെ വെളിച്ചം വളരെ മങ്ങിയ രീതിയിലേ ഉണ്ടായിരുന്നുള്ളൂ. ആ മുറിയുടെ നടുവിൽ ഒരു കഷണ്ടിയുള്ള കുറിയ മനുഷ്യനെ മുട്ടുകുത്തിയിരുത്തിയിട്ടുണ്ടായിരുന്നു. മലേഷ്യൻ ഗവൺമെന്റിന്റെ ആരോഗ്യ മന്ത്രിസ്ഥാനം മുന്നേ വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ആ കഷണ്ടി തലയൻ. അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ ഡ്രഗ് ഡീലിംഗ്സിന്റെ ആശാനായിരുന്നു അയാൾ. അയാൾക്ക് ചുറ്റും 10ഓളം ആയുധധാരികളായ കാവൽക്കാരും ഉണ്ടായിരുന്നു. പൊടുന്നനെ ഉയരമുള്ള ഒരാൾ അവിടേക്ക് കടന്നു വന്നു. ചെറിയ വെളിച്ചത്തിൽ ആ കഷണ്ടിക്കാരൻ അയാളെ നോക്കി. ആളെ കണ്ടൊന്ന് ഞെട്ടിയെങ്കിലും പരിഹാസത്തിൽ പറഞ്ഞു, ഓ മിസ്റ്റർ സഞ്ജു, നിങ്ങളായിരുന്നോ ഇത്? ഞാൻ കരുതി. അയാൾക്ക് മുന്നിലേക്ക് വന്നത് സഞ്ജു ആയിരുന്നു. അവൻ ഗാർഡുകളിൽ ഒരാൾക്ക് സിഗ്നൽ കൊടുത്തതും അവർ വന്ന് അയാളെ പൊക്കി എഴുന്നേൽപ്പിച്ചു. സഞ്ജുവിന്റെ നെഞ്ചൊപ്പമേ അയാൾക്ക് ഉയരമുണ്ടായിരുന്നുള്ളൂ. ഹലോ മിസ്റ്റർ മിനിസ്റ്റർ, നിങ്ങൾക്കപ്പോ ആളെ മനസ്സിലായല്ലോ. ഞാൻ കരുതി ഞങ്ങളെയൊക്കെ മറന്നുപോയെന്ന്. കാരണം അങ്ങനെ ആയിരുന്നല്ലോ നിങ്ങളുടെ പെരുമാറ്റമൊക്കെ. നീയൊക്കെ ഏത് പാതാളത്തിന്റെ അടിയിൽ പോയി ഒളിച്ചാലും ഞങ്ങളത് കണ്ടുപിടിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലെ? നീയോ? നിന്നെ പോലെ ഒരു വിഡ്ഢിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ആ വരുണിന്റെ വാലാട്ടിപ്പട്ടിയായി നടക്കുന്ന നേരം നിനക്ക് എന്റെ കൂടെ ചേർന്നുകൂടെ?
നിനക്കൊറ്റയ്ക്ക് ഭരിക്കാനായി ഞാനൊരു സാമ്രാജ്യം തന്നെ ഉണ്ടാക്കിത്തരാം. നീ സ്വപ്നത്തിൽ പോലും കരുതാത്ത അത്ര പണവും പദവിയും അധികാരവും എല്ലാം നിന്റെ കാൽച്ചുവട്ടിലെത്തും. അതിനു വേണ്ടി നീ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. ഒറ്റ ബുള്ളറ്റില് ആ വരുണിന് അവനെ അങ്ങ് തീർത്താ മതി. പറഞ്ഞ് മുഴുമിപ്പിക്കുന്നതിന് മുന്നേ സഞ്ജുവിന്റെ കരുത്തുറ്റ ഒരു പഞ്ച് അയാളുടെ മുഖത്ത് പതിഞ്ഞു. അയാളുടെ മൂക്കിൽ നിന്നും രക്തം ചീറ്റി. കയ്യിലിരുന്ന തുവാല കൊണ്ട് സഞ്ജു അയാളുടെ മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞു, വാ മോശമായ ശരീരം മൊത്തം അറിയുമെന്നൊരു ചൊല്ലുണ്ട്. ഒരു തവണ കൂടി ഈ കാര്യം താൻ മനസ്സിൽ ചിന്തിച്ചാൽ പോലും നിന്റെ അവസാനമായിരിക്കും. എനിക്ക് ഒരേ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഒറിഗാമി ടൗൺ ഡീലിങ്ങിന്റെ കാശ് എവിടെയാ നീ മുക്കിയേ? ഒറ്റയ്ക്ക് അതെല്ലാം കൊണ്ടുപോയി വിഴുങ്ങാന്ന് നീ വിചാരിക്കണ്ട. സഞ്ജു അയാളുടെ ചങ്കിൽ കയറി പിടിച്ചു. ശ്വാസം മുട്ടിക്കൊണ്ട് അയാൾ പിടഞ്ഞു. അയാൾ കൈകൂപ്പി അവനോട് അപേക്ഷിച്ചു, സത്യമായിട്ടും എനിക്ക് അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. ടൗൺ ഡീലിംഗ് എല്ലാം നോക്കിയിരുന്നത് മിസ്റ്റർ ചെങ്ങായിരുന്നു. അയാൾ ഒരു ദിവസം അപ്രത്യക്ഷനാവുകയാണ് ഉണ്ടായത്. അയാൾ അന്വേഷിച്ചിപ്പോഴും എന്റെ ആളുകൾ ഈ നാട് മുഴുവൻ കറങ്ങാ. സഞ്ജുവിന്റെ ചെവിയിൽ വെച്ച ഇയർപോഡിലൂടെ അവിടെ നടക്കുന്നതൊക്കെ വരുൺ കേൾക്കുന്നുണ്ടായിരുന്നു. എക്സ് മിനിസ്റ്റർ അത്ര എളുപ്പം വാ തുറക്കില്ലെന്ന് വരുൺ അറിയാമായിരുന്നു. വരുൺ സഞ്ജുവിനെ വിളിച്ചു. അയാളെ വിട്ടേക്കടാ. അയാൾ പറഞ്ഞത് ശരിയായിരിക്കും. നീ ഇങ്ങോട്ട് വാ, നമുക്ക് വേറെ വഴി നോക്കാം. മറുവശത്ത് കോളേജ് വിട്ട് ജിതിനെയും കൂട്ടി കീർത്തി നേരെ പോയത് കിരണിന്റെ അടുത്തേക്കായിരുന്നു. ആനിന് അവളെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് ഉച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിരുന്നു. ആൻ അങ്ങോട്ടേക്ക് വരാമെന്നായിരുന്നു അവളോട് പറഞ്ഞിരുന്നത്. കീർത്തി അവിടെ എത്തിയപ്പോഴേക്കും ആൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവളെ കണ്ടതും ആൻ വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ കാത്തിരുന്ന് എന്റെ മൂട്ടില് വേരിറങ്ങി. ഒരാൾ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞാലെങ്കിലും ഒന്ന് നേരത്തെ വന്നൂടെ പെണ്ണെ. സോഫയിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് കീർത്തി മറുപടി പറഞ്ഞു, നീ ഇവിടെ ഇത്ര നേരത്തെ വരുമെന്ന് ഞാൻ അറിഞ്ഞോ? നിന്റെ കയ്യിലെ മൊബൈല് പിന്നെ എന്ത് തേങ്ങയ്ക്കാ? അർജന്റ് ആണെങ്കിൽ ഒന്ന് വിളിച്ചൂടെ? നീ കാര്യം പറ. ഡേ, ഞാൻ കുറച്ച് ദിവസത്തേക്ക് മുത്തച്ഛന്റെ അടുത്തേക്ക് പോവാ. ആൾക്ക് തീരെ വയ്യ. എന്നെ കാണുന്ന വാശി പിടിക്കുക. ആകെയുള്ള പേരക്കുഞ്ഞിനെ കാണാതെ മരിക്കാൻ പോവാന്നൊക്കെയാ പറയുന്നേ. എന്തായാലും ഞാനൊന്ന് പോയി കാണട്ടെ. പ്രായമായവരല്ലേ. പോകുന്നതിന് മുന്നേ എനിക്ക് നിന്നോട് വരുണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നീ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. പക്ഷേ നിന്റെ ഒറ്റ ചങ്ങാതി എന്ന നിലയില് എനിക്കിത് നിന്നോട് പറഞ്ഞേ പറ്റൂ. ആൻ പറയുന്നത് കേട്ട് കീർത്തി ആകെ അമ്പരന്ന് പോയിരുന്നു. കാരണം പൊതുവെ ജോളി ടൈപ്പായ ആൻ ആയിരുന്നില്ല അവൾക്ക് മുന്നിൽ അപ്പോൾ. ആകെ സീരിയസ് ആയ ഒരു മുഖഭാവമായിരുന്നു ആനിൽ ഉണ്ടായിരുന്നത്. എന്തായിരിക്കും ആനിന് വരുണിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നത്? ആൻ പറയുന്നത് എന്തായാലും കീർത്തി അത് വിശ്വസിക്കുമോ?